സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചേർന്നാല MG ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ വളർന്നും ബഹുമാനപ്പെട്ട ജനകീയമാക്കുമ്പോൾ സർക്കാർ ഒപ്പമുണ്ട് എന്നതിന് തെളിവ് തന്നെയാണ് 1 കോടി രൂപ നിയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുന്നു. കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചിരിക്കുന്നു. തത്സമയ
ചടയമംഗലത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ വെളിച്ചമായ ഗവൺമെന്റ് MGHSS അക്കാദമികേതര രംഗങ്ങളിൽ മികവുകളുടെയും അംഗീകാരങ്ങളുടെയും പുതുചരിത്രം രചിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചടയമംഗലം MG സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധന്യ നിമിഷമാണ്. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരൺ മിഷൻ ഭാഗമായി 1 കോടി ചെലവിൽ കിഫ്ബി ധനസഹായത്തോട് പൂർത്തിയാക്കിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചൂറാണ് നിർവഹിക്കുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ MP, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, കില ചീഫ് മാനേജർ ശ്രീ മുരളി R, വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ ശ്രീ കിഷോർ K കൊച്ചയ്യം, തിരുവനന്തപുരം കരുണാസായിലെ സൈക്കോളജിസ്റ്റ് ശ്രീ LR മധുജൻ തുടങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ വ്യത്യസ്ത മേഖലകളിൽ പൊതുസമൂഹത്തിന് മാതൃകയായ 2 വ്യക്തികളെ കൂടി പരിചയപ്പെടുത്താം. അവയവദാനത്തിന്റെ മഹത്വം പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത അകാലത്ത് നമ്മിൽ നിന്നും വേർപിരിഞ്ഞ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ധീരജ് R നായർ 5 ജീവിതങ്ങൾക്ക് തന്റെ 6 അവയവങ്ങളിലൂടെ പുതുജീവൻ നൽകിയ ധീരജിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. Dheeraj will continue to lead through 5 others. Dheeraj Nair sacrificed organ donation here. Dheeraj Nair saved 5 lives by donating his organs after a fatal accident. His family's brave decision underscored the profound impact of organ donation. കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പൊതുവിദ്യാലയത്തിന്റെ സ്ഥാനം വളരെ വലുതാണെന്ന് തെളിയിക്കുന്ന പൊതുവിദ്യാഭ്യാസം സമൂഹത്തിന് നൽകിയ വലിയ സമ്മാനത്തിന്റെ ഉടമയായ കുമാരി നന്ദനാജി സിവിൽ സർവീസിൽ ദേശീയ തലത്തിൽ 47ാം റാങ്കോടെ തിളക്കമാർന്ന വിജയം നേടി നമ്മുടെ നാടിന്റെ അഭിമാനമായ നന്ദനാജി P നമ്മുടെ പ്രിയപുത്രി കൂടിയാണ്. നമ്മുടെ സ്കൂളിലെ അധ്യാപികയായിരുന്ന ശ്രീമതി പ്രഭയുടെയും വാളകം RVHSലെ അധ്യാപകനായിരുന്ന ശ്രീ ഗിരീഷിന്റെയും മകളാണ് നന്ദന. 12ാം ക്ലാസ് വരെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച നന്ദനയുടെ നേട്ടം പൊതുവിദ്യാഭ്യാസത്തിന്റെ കൂടി നേട്ടമാണ്. Kollam Kottarakara Vaikal native Nandana GP came second in the state as she secured the 47th rank. She is the youngest rank holder from Kerala this year. This was her second attempt after narrowly missing out first time. Nandana's parents are teachers and she credits them for her success. Her achievement is a victory of her general education. ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിദ്യാലയത്തിന്റെ മികവുകൾക്ക് അക്കാദമിക തലത്തിലും ഭൗതിക സാഹചര്യത്തിലും എന്നും ഒപ്പം നിൽക്കുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന സ്കൂൾ ഗായക സംഘം.
നമ്മുടെ സ്കൂളിൻ്റെ 65ാമത് വാർഷികവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി നമ്മുടെ ജനപ്രതിനിധി സഖാവ് ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ പരിശ്രമ ഫലമായി അനുവദിച്ച 1 കോടി രൂപയുടെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നടക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിന് മുന്നാകെ നമുക്കറിയാം, നമ്മുടെ ലോകത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പരിശ്രമം നടത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പ മൺപറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിലും അതുപോലെ തന്നെ കാശ്മീരിലെ പൽഗാമിൽ ഭീകരാക്രമണത്തിൽ മരിച്ച പ്രിയപ്പെട്ടവരുടെയും ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിന് ഏറ്റവും പ്രിയപ്പെട്ടവരായ ധീരജ് ആർ നായരെ കൂടി ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ 2020-21 ബാച്ചിൽ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി ആയൂർ മർത്തോമ കോളേജിൽ ഡിഗ്രി പഠനം തുടർന്ന് വരുന്ന വിദ്യാർത്ഥിയായിരുന്നു ധീരജ് ആർ നായർ. തന്റെ 19ാമത്തെ വയസ്സിൽ അകാലത്തിൽ പൊലിഞ്ഞ ധീരജ് അക്കോണം ജോസിൽ ശ്രീ രാജേഷ് കെ ബാബുവിന്റെയും ശ്രീമതി ദീപ ദമ്പതികളുടെയും മകനാണ്. സഹോദരി സഞ്ജന ഈ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. അകാലത്തിൽ പൊലിഞ്ഞ തങ്ങളുടെ മകന്റെ വേർപാടിന്റെ വേദനയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ കാണിച്ച മഹാമനസ്കത മറ്റ്5 പേർക്ക് പുതുജീവൻ നൽകുകയും സമൂഹത്തിനാകെ മാതൃകയാവുകയും ചെയ്ത ഈ പ്രവൃത്തിയിലൂടെ ധീരജ് കേരളക്കരയുടെ മനസ്സിൽ മരണമില്ലാതെ ജീവിക്കും എന്നതിൽ സംശയമില്ല. ഈ നിമിഷം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ധീരജ് ആർ നായരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരവോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കും. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സ്കൂളിന്റെ എല്ലാവിധമായ സർവ്വതോമുഖമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന PTA പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ആസാം AJയെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബഹുമാനപ്പെട്ട സാം കെ ഡാനിയൽ അവർ, കിഫ്ബിയുടെ 1 കോടി രൂപ ഉപയോഗിച്ച് ബഹുനില കെട്ടിടം നമുക്ക് പൂർത്തീകരിച്ചു തരുന്നതിന് വേണ്ടി പരിശ്രമിച്ച നമ്മുടെ മിനിസ്റ്റർ ചിഞ്ചുറാണി അവർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള MP, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, രക്ഷകർത്താക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വളരെ ചുരുക്കിയാണ് മിനിസ്റ്റർക്ക് പോകേണ്ടതായിട്ടുള്ള ഔദ്യോഗികമായ അത്യാവശ്യങ്ങളുണ്ട്. വളരെ കാലമായി നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ പറയുന്നത് പോലെ കണ്ണും നട്ട് കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് നമ്മളിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു. നമ്മൾ ഈ ഇരിക്കുന്ന ഓഡിറ്റോറിയവും എൻ്റെ ഇടതുവശത്തുള്ള ഫിറ്റ്നസ് ക്ലബ് ഉൾപ്പെടെ ഇപ്പോൾ നമ്മളെ കുട്ടികൾ ഉപയോഗിച്ച ബാൻഡ്, അങ്ങനെ ഒട്ടനവധി എത്രത്തോളം 4.5 കൊല്ലം കൊണ്ട് ഒരു ഡിവിഷൻ മെമ്പറിന് ഒരു സ്കൂളിൽ ചെയ്യാൻ കഴിയുമ്പോൾ അതിൻ്റെ പരമാവധി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സ്നേഹവും അദ്ദേഹത്തിനോട് നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അനുഭവത്തിലൂടെ നിലവിലുള്ളത്. തീർച്ചയായും ഒരു പരിഭവം, ഇനി ഒരു 6 മാസം കൂടിയല്ലേ നമ്മുടെ ഡിവിഷൻ മെമ്പറിൽ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു പക്ഷെ അതിൽ കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് തരാനുള്ള ഒരു മനസ്സുള്ള ഒരു ഡിവിഷൻ മെമ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ PTA കൂടിയിട്ട് അദ്ദേഹത്തെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക്
ചുമതല ഏൽപ്പിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇനിയും വലിയ പ്രതീക്ഷകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഈ സമയം നമുക്ക് പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ബാഹ്യമായിട്ടുള്ള ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും കൂടിയ ക്ലാസ് റൂമുകളാണ് നമുക്ക് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അങ്ങേയറ്റം ബഹുമാനത്തോടെ സ്നേഹത്തോടെ അത് സ്മരിച്ചുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അധ്യക്ഷ വഹിക്കുന്ന സാം ഗഡാനിൽ അവർ ഒരു മാനേജ്മെന്റ് സ്കൂൾ, ഒരു മാനേജർ എങ്ങനെ ആ സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതിനേക്കാളുപരി ചെയ്തിട്ടുള്ള ആ വ്യക്തിത്വത്തിനുടമായ നമ്മുടെ ഡിവിഷൻ മെമ്പർ ഏതൊരു ആദരവോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരെയും എന്റെയും പേരിൽ നമ്മുടെ ഈ ഒരു ആത്മാഭിമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തിന്റെ തന്റെ വകുപ്പിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഓടി നടന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന മിനിസ്റ്ററെ ഏറെ ആദരവോടുകൂടി നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ MP തിരക്കുകളാണ് എന്നാണ് പറഞ്ഞിരുന്നത്. കഴിയുമെങ്കിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. സാധ്യത വളരെ കുറവാണെന്നാണ് അവസാനം അറിയാൻ കഴിഞ്ഞത്. MP-യെയും നമ്മൾ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. തുടർന്ന് ലതിക വിദ്യാരൻ അവർ നമ്മുടെ ബ്ലോക്കിന്റെ പ്രസിഡന്റാണ്. നമ്മുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നതാണ്. എന്നാൽ നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് കൊണ്ട് കൃത്യസമയത്ത് എത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുരൻ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ ഏത് ആവശ്യം എപ്പോഴാണ് സമീപിച്ചാലും തന്നെ വളരെ പോസിറ്റീവായി ഇടപെടുകയും നമുക്കെല്ലാ പിന്തുണയും സഹായവും നൽകി വരുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ പ്രഥമ വനിത കൂടിയായ ശ്രീമതി മിനി സുനിലിനെ വളരെ സ്നേഹത്തോടുകൂടി എന്റെയും നിങ്ങളുടെയും പേരിൽ നമ്മുടെ ഈ മഹത്തായ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് കരുണാസായി തിരുവനന്തപുരം ചുമതലക്കാരനായിട്ടുള്ള LR മധുജൻ സാറ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം കൊള്ളുകയാണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്റെ സുഹൃത്തു കൂടിയാണ് ഹരി വി നായർ. എന്റെ വാർഡിന്റെ ഡിവിഷൻ മെമ്പർ, അതായത് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കൂടിയായ എന്റെ പ്രിയ സുഹൃത്തിനെ നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമയക്രമത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു മാറ്റം സംഭവിച്ചതുകൊണ്ടാവാം എത്തിപ്പെടാത്തത്. തീർച്ചയായും എത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ ശ്രീ രാജുവിനെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള റീജ ഷഫീഖ് നമ്മുടെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ കിട്ടുന്ന സമയത്തൊക്കെ സജീവമായി നമ്മൾക്ക് പിന്തുണ നൽകുകയും സഹായിക്കുകയും ചെയ്തു വരുന്ന ശ്രീമതി റീജ ഷഫീഖിനെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി ഷബ്ന നിസാം ദിവസന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടുകൂടി വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി മഞ്ജു മറിയപ്പള്ളി നമ്മുടെ സ്കൂൾ നിൽക്കുന്ന വാർഡാണ് പ്രതിദാനം ചെയ്യുന്നത്. നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ അത്യാവശ്യം നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുകയും നിർദ്ദേശങ്ങൾ തരുന്ന നമ്മുടെ മഞ്ജു മറിയപ്പള്ളി അവരെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി JV ബിന്ദു നമ്മുടെ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്. ശ്രീമതി JV ബിന്ദുവിനെ നമ്മുടെ ഈ യോഗത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ D രഞ്ജിത്ത് മണ്ണാവർക്ക വാർഡിന്റെ മെമ്പറാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ D സന്തോഷ് നമ്മുടെ SMCയുടെ ചെയർമാനും മുൻ PTA പ്രസിഡന്റുമാണ്.
കഴിഞ്ഞ 10-15 വർഷമായി മുടങ്ങിക്കിടന്ന വാർഷിക കഴിഞ്ഞ PTA കാലത്താണ് നമ്മൾ ആരംഭിച്ചത്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് ഇവിടെ വാർഷികം നടക്കുന്നത്. തീർച്ചയായും നമുക്കെല്ലാം പിന്തുണയും നൽകി നമ്മോടൊപ്പം സഹകരിച്ച് സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമ്മോടൊപ്പം സജീവമായി നിൽക്കുന്ന ശ്രീ D. സന്തോഷ് അവറുകളെ നമ്മുടെ ഈ മഹത്തായ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ശ്രീ K. ശിവദാസൻ അവർകൾ നമ്മുടെ ഒരു കാരണവൻ സ്ഥാനത്താണ് പുള്ളി നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത്. ഒരു മുതിർന്ന കാരണവർ എന്ന നിലയിൽ നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നേതൃത്വപരമായ സഹായങ്ങളും നൽകി വരുന്ന ശ്രീ ശിവദാസൻ അവർകളെ ഈ യോഗത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീമാൻ നവാസ് വൈസ് പ്രസിഡന്റാണ്. ഒരുപക്ഷെ ഞാനും നവാസും തമ്മിലുള്ള വൈസ് പ്രസിഡന്റും എന്നുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ 2 ശരീരവും ഒരാത്മാവും എന്ന നിലയിലാണ്. ഒരുപക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തടത്ത് എപ്പോഴും നവാസ് അത് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. തീർച്ചയായും നമ്മുടെ സ്കൂളിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കുറെ വർഷമായി നവാസ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ സംഭാവനകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പരിപാടി തന്നെ വിജയിപ്പിക്കുന്നതുകൊണ്ട് ബന്ധപ്പെട്ട ഒരു ബിരിയാണി ചലഞ്ച് നമ്മൾ നടത്തുകയുണ്ടായി. ആ ബിരിയാണി ചലഞ്ചിലൊക്കെ തന്നെ അഹോരാത്രം പ്രയത്നിച്ച് നമുക്ക് അതിന്റെ ഒരു വിജയത്തിലെത്തുന്നതിന്റെ ഫലം കൂടിയാണ് നമുക്ക് മെച്ചപ്പെട്ട നിലയിൽ ഇത്തരത്തിൽ ഒരു വാർഷികവും ഇതുപോലുള്ള ഉദ്ഘാടനം നമുക്ക് നടത്തുവാൻ കഴിയുന്നതിനുള്ള ഒരു പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കിത്തന്നത്. തീർച്ചയായും അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ അതിനേക്കാളേറെ ആദരവോടുകൂടി എന്റെയും നിങ്ങളുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ MPTA പ്രസിഡന്റ് ശ്രീമതി സവിത, അതുപോലെ നമ്മുടെ മുൻ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള D. ജയകുമാർ അനാരോഗ്യപരമായ കാരണത്താൽ എത്താൻ കഴിയുമെന്ന് ഉള്ള പ്രതീക്ഷയില്ല, എത്താൻ കഴിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും ഈ യോഗത്തിലേക്ക് D. ജയകുമാറിനെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ JP ഹരികുമാർ മുൻ PTA പ്രസിഡന്റാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി വരുന്ന ശ്രീ JP ഹരികുമാറിനെ നമ്മൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട കീഴ്തോണി അശോകൻ സാറ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയാണ്. നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഠനോത്സവം നടന്നു. അതുപോലെ തന്നെ സംയുക്ത വികസന സമിതിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടക്കുമ്പോൾ എല്ലാം കൃത്യമായി പങ്കെടുക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി വരുന്ന വ്യക്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ PTA പ്രസിഡന്റാണ് സജി സാറ് നമ്മൾ PTA ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ PTA എക്സിക്യൂട്ടീവ് അംഗമായി കഴിഞ്ഞ 2 കൊല്ലമായി പ്രവർത്തിക്കുമ്പോൾ തന്നെയും വളരെ സജീവമായി എല്ലാ നിലയിലും ഇടപെടുന്ന സജി സാറിനെ വളരെ സന്തോഷത്തോടു കൂടി എന്റെയും നിങ്ങളുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ PTA അംഗമായിട്ടുള്ള അഭിലാഷ് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അഭിലാഷിനെ നമ്മുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അനിൽകുമാർ PTA എക്സിക്യൂട്ടീവ് അംഗമാണ്. അതുപോലെ ബുഹാരി, നമ്മുടെ ബഹുമാനപ്പെട്ട ബുഹാരി അവർ PTA എക്സിക്യൂട്ടീവ് അംഗമാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നമ്മളെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ SMC അംഗങ്ങളുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി ക്ഷമിക്കണം, ഇതിനിടയ്ക്ക് നമ്മുടെ ഗസ്റ്റായി നമ്മളിവിടെ ക്ഷണിച്ചു എത്തിയിട്ടുള്ള നമ്മുടെ ഈ അടുത്ത ടെസ്റ്റിൽ IAS നേടിയിട്ടുള്ള ശ്രീമതി നന്ദന അവർ ഏറെ ആദരവോടുകൂടി എന്റെയും നിങ്ങളുടെയും പേരിൽ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ശ്രീ നന്ദനയുടെ മാതാവ് നമ്മുടെ സ്കൂളിലെ അധ്യാപികയായിരുന്നു നേരത്തെ. വളരെ സന്തോഷമാണ് നമുക്ക് ആ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ. തീർച്ചയായും വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന സമയം കണ്ടെത്തി എത്തിച്ചേർന്ന ശ്രീ നന്ദന അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി എന്റെയും നിങ്ങളുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി ജൂല D. അതുപോലെ ജൂല D. അവരെ നമ്മൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രീമതി ഷീബ AS. അതുപോലെ ശ്രീമതി രാജലക്ഷ്മി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ AE ആണ്. തീർച്ചയായും നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഞാനും നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പലപ്പോഴും ശ്രീമതി രാജലക്ഷ്മി അവരെ വിളിക്കാറുള്ളപ്പോഴെല്ലാം തന്നെ വളരെ പോസിറ്റീവായി ഇടപെടുകയും വളരെ പെട്ടെന്ന് നമ്മുടെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പരിശ്രമങ്ങൾ
ഏറ്റെടുത്ത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ശ്രീമതി രാജലക്ഷ്മി അവരെ പ്രത്യേക പേരെടുത്ത് അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും അവരെ നമ്മൾ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ DO പുല്ലൂർ ശ്രീമതി ശ്രീജ ഗോപിനാഥ്, അതുപോലെ ചടയമംഗലം ശ്രീമതി ജ്യോതി TG, BPC ചടയമംഗലം ശ്രീ രാജേഷ് ആർ, അതുപോലെ ഞങ്ങളുടെ സ്റ്റാഫ് സെക്രട്ടറി ബഹുമാനായിട്ടുള്ള ഫിറോസ് ഖാൻ അവർ ഉൾപ്പെടെ ഉള്ള എല്ലാവരെയും നമ്മൾ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ പ്രിൻസിപ്പൽ ദീപദേവന ടീച്ചർ എൻ്റെ സഹപാഠി കൂടിയാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ദീപ ടീച്ചറായിരിക്കും. തീർച്ചയായും പ്രിൻസിപ്പലിനെ നേതൃത്വപരമായി നമ്മുടെ സ്കൂളിലെ എല്ലാ പങ്കും വഹിച്ചു വരുന്ന ദീപ ടീച്ചറിനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മായ ടീച്ചർ നമ്മുടെ HM ആണ്. ഈ അടുത്തിടയ്ക്ക് മായ ടീച്ചറോട് ഞാൻ സംസാരിച്ചു. മായ ടീച്ചർ മനസ്സോർന്നൊരു വർത്തമാനം പറഞ്ഞു. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് പലരും പറഞ്ഞത് MG സ്കൂളിനെ പറ്റി നല്ല ധാരണയല്ലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ ചിത്രം വളരെ വ്യത്യസ്തമാണ്. ഇനി എൻ്റെ കാലം, ഇനി ശിഷ്ടകാലം എൻ്റെ സർവീസ് കിട്ടുമെങ്കിൽ ഈ സ്കൂളിൽ തന്നെ ഇരിക്കാനാണ് താല്പര്യം എന്നൊരു വർത്തമാനം പറഞ്ഞു. അത് നമ്മളുടെ എല്ലാം കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും നമുക്കെല്ലാം സിനിമയിൽ പറയുന്ന പോലെ MG സ്കൂൾ പഴയ MG സ്കൂൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കിന് നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി മായ ടീച്ചറെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുകൊണ്ട് സദയം ക്ഷണിക്കുക എല്ലാവരുടെയും. അതുപോലെ അധ്യാപകർ വളരെ ക്രിയാത്മകമായി, വളരെ സജീവമായി, വളരെ ആത്മാർത്ഥമായി എല്ലാ പരിപാടികളും ഏറ്റെടുക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെ ഒരു വൃന്ദമാണ് MG സ്കൂളിലുള്ളത്. നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ടും കായികപരമായിട്ടും SPCയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ഒരു കൂട്ടം അധ്യാപകരാണ് നമ്മുടെ സ്കൂളിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. തീർച്ചയായും മുഴുവൻ അധ്യാപകരെയും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഫിറോസ് സാറ്, അതുപോലെ അനസ് സാറ്, വിപിൻ സാറൊക്കെ എടുത്തിട്ടുള്ള എഫേർട്ടുകൾ വലുതാ. കഴിഞ്ഞ PTA കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് പുറത്തിറങ്ങി എനിക്ക് തോന്നുന്നത് അനസ് സാറിന്റെ കാർ ഇതുവരെ ഓഫായിട്ടില്ല, ആൾട്ടോ കാർ. ആ രീതിയിൽ രാവും പകലും കിടന്നു കൂടിയാണ് ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുവരുന്നത്. തീർച്ചയായും അങ്ങേയറ്റം ആദരവോടുകൂടി മുഴുവൻ അധ്യാപകരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അനധ്യാപകരായിട്ടുള്ള ഒരുപാട് പേര് നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ അഭ്യുതകാംക്ഷികളുണ്ട്, നമ്മുടെ മാധ്യമപ്രവർത്തകരുണ്ട്. ചുരുങ്ങി ഞാനെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരെയും ചേർത്ത് നമ്മുടെ ഈ മഹത്തായ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സമ്മേളനം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിക്കും എനിക്കുമടക്കം മറ്റൊരു മീറ്റിംഗിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് റിപ്പോർട്ട് അവതരണവും പദ്ധതി വിശദീകരണവും മറ്റും ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടക്കും. നമ്മുടെ MG സ്കൂളിന്റെ ബഹുനില കെട്ടിടം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ 65ാമത് സ്കൂളിന്റെ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ പ്രിയങ്കരിയായി നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഏറെ പ്രിയങ്കരിയായ കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയെ ദൈവം നിലയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
പ്രിയങ്കരനായ അധ്യക്ഷൻ, കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, സ്വാഗതം പറഞ്ഞ് PTA പ്രസിഡന്റ് കൂടിയായ ശ്രീ ആസാദ്, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീമതി ദീപ ദേവരാജൻ, പദ്ധതി വിശദീകരിക്കുന്ന ശ്രീ കിഷോർ, മുഖ്യ സാന്നിധ്യം കൊണ്ടിന്ന് പങ്കെടുക്കുന്ന ശ്രീ മുരളി ആർ, അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മിനി സുനിൽ, ശ്രീ LR മധുജൻ സൈക്കോളജിസ്റ്റ്, അതോടൊപ്പം തന്നെ ശ്രീ ഹരിവി നായർ വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത്, രാജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ശ്രീമതി ഷീജ ഷെരീഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രിയങ്കരായ അംഗങ്ങളെ, അതോടൊപ്പം തന്നെ SMCയുടെയും നമ്മുടെ PTA-യുടെയും MPTA-യുടെയും ഒക്കെ പ്രിയപ്പെട്ട അംഗങ്ങൾ, നമ്മുടെ സ്കൂളിൻ്റെ HM, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ, പ്രിയങ്കരായ നമ്മുടെ PTA പ്രസിഡന്റ്, സമയബന്ധിതമായി തന്നെ സ്കൂളിൻ്റെ കെട്ടിടം പൂർത്തീകരിക്കുവാൻ മുൻകൈ എടുത്ത നമ്മുടെ ഈ സ്കൂളിനെയും അതിൻ്റെ കോൺട്രാക്ടറെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ LP സ്കൂളും അതോടൊപ്പം തന്നെ UP സ്കൂളുകളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ വിദ്യാഭ്യാസ മേഖലകളിലും ഇത്തരത്തിലുള്ള വികസനവുമായി ഇന്ന് മുന്നിട്ട് വരുന്നതും നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും, അവർക്ക് ഉച്ചഭക്ഷണവും, അവർക്ക് യൂണിഫോമുകളും, അവർക്ക് സ്കൂൾ പുസ്തകങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഗവൺമെൻറ് ഇന്ന് LP സ്കൂളുകളെ പോലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ LP സ്കൂളിലും അത്തരത്തിലുള്ള വർണ്ണക്കൂടാരങ്ങൾ ഉൾപ്പെടെ ഇന്ന് സ്ഥാപിതമാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പല സ്കൂളുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ 100% വിജയം കൊയ്യുവാൻ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും ഇന്ന് കഴിയുന്നു എന്ന അഭിമാന പരിസരം നമുക്ക് പറയുവാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ MGHSS-ന് നമുക്കറിയാം 1 കോടി കൊടുത്തുവെങ്കിലും 4 ക്ലാസ് റൂമുകൾ വളരെ ഭംഗിയായി, വളരെ വൃത്തിയായി, നല്ല സൗകര്യത്തോടു കൂടി അത് ചെയ്തിടുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ പുതുതായി ഈ സ്കൂൾ തുറപ്പുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഇരുന്ന് പഠിക്കുവാനുള്ള സൗകര്യവും നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് സ്ഥാപിതമായി. ജില്ലാ പഞ്ചായത്തൊക്കെ ഹൈസ്കൂളിൻ്റെ അധികാരം ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലുമൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തുകളും ഒട്ടേറെ വികസനങ്ങൾ നടപ്പിലാക്കുവാൻ ഇന്ന് പോകുന്നുണ്ട്. ഈ വികസനങ്ങളെല്ലാം നമുക്കറിയാം ഗവൺമെൻറ് തന്നെ 40% ഫണ്ടുകൾ താഴെ തട്ടിൽ കൊടുക്കുമ്പോൾ വളരെ ഭംഗിയോടുകൂടി ഇതൊക്കെ നടപ്പിലാക്കുവാൻ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളെ കൊണ്ടും കഴിയുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. വളരെ പെട്ടെന്ന് കൊല്ലത്ത് എത്തേണ്ടുന്ന ഒരാവശ്യകത ഉണ്ടായതുകൊണ്ട് അധ്യക്ഷനും ഒരു ഉദ്ഘാടകനും എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യം പോകണം എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ന് ശക്തമായ മഴ ഇന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വലിയ ആഘോഷപൂർവ്വം ഇതൊക്കെ ആഘോഷിക്കുവാൻ ഇരുന്ന ഒരു ദിവസമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഒട്ടേറെ ആഘോഷങ്ങൾ നടത്തുവാൻ നിങ്ങളെപ്പോലെയുള്ള ഈ സ്കൂളിന് കഴിയും. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ സ്ഥാപിതമായ ഈ ബഹുനില കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗമില്ല. ഇവിടെ നേരത്തെ ബഹുമാനിയായ മന്ത്രി പറഞ്ഞതുപോലെ വളരെ അടിയന്തരമായി കൊല്ലത്തേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പറഞ്ഞ് പോകാൻ ഈ അവസരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഒരു കാലത്ത് കേരളം ലാഭനഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പൂട്ടാൻ തീരുമാനിച്ചിരുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് നിന്ന് മാറി ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു എങ്കിൽ അത് കേരളം പൊതുവിദ്യാലയങ്ങളെ ഈ സംസ്ഥാന ഗവൺമെന്റ് എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ്, കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേരളത്തിന്റെ പൊതുസമൂഹം എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് പൊതുവിദ്യാലയങ്ങളെ, സർക്കാർ വിദ്യാലയങ്ങളെ
മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുറികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിലയങ്ങളായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ 6 ക്ലാസ് മുറികൾ കൂടി ബഹുമാനിയായ മന്ത്രിയുടെ ശ്രമഫലമായി ഈ MG സ്കൂളിൽ ഇന്ന് അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ പഠിക്കാൻ കഴിയുന്ന വിധം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഞാൻ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 47ാം റാങ്കോടെ തിളക്കമാർന്ന വിജയം നേടി കൊല്ലം ജില്ലയുടെയും കേരള സംസ്ഥാനത്തിന്റെയും അഭിമാനമായി മാറിയ കുമാരി നന്ദന GP നമ്മുടെ സ്കൂളിനും അഭിമാനിക്കാനുള്ള ഭാഗം നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്ന ശ്രീമതി പ്രഭയുടെയും വാളകം RVHSലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായ ശ്രീ EK ഗിരീഷിന്റെയും മകളാണ് നന്ദന. പൊതുവിദ്യാലയത്തിൽ 12ാം ക്ലാസ് വരെയുള്ള പഠനം പൂർത്തിയാക്കിയ കുമാരി നന്ദന സ്ഥിരത, ദൃഢനിശ്ചയം, നിരന്തര പഠനശീലം, കൃത്യമായ ദിശാബോധം എന്നിവയിലൂടെ നേടിയെടുത്തതാണ് ഈ മഹത്തായ വിജയം. കുമാരി നന്ദനയുടെ നേട്ടം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അഭിമാനവും ആവേശവും നൽകുന്നു. സിവിൽ സർവീസ് നേടുകയെന്നത് നമ്മുടെ സ്കൂളിലെ മിടുക്കരായ പല കുട്ടികളുടെയും സ്വപ്നമാണ്. കുമാരി നന്ദനയുടെ ഈ അഭിമാന നേട്ടം അവർക്ക് മുന്നോട്ടുള്ള പാതയിൽ വെളിച്ചം പകരുമെന്നതിൽ സംശയമില്ല. സിവിൽ സർവീസ് പരീക്ഷയിൽ 47ാം റാങ്ക് നേടിയ കുമാരി നന്ദന GPക്ക് അമ്മ കൂടി ഭാഗമായിരുന്ന പൊതുവിദ്യാലയത്തിന്റെ സ്നേഹാദരം നൽകുന്നതിന് ബഹുമാനപ്പെട്ട കേരള മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയെയും ആദരം ഏറ്റുവാങ്ങുന്നതിന് കുമാരി നന്ദന GPയെയും വേദിയിലേക്ക് സവിനയം ക്ഷണിക്കുന്നു. ഈ കെട്ടിടം വളരെ മനോഹരമായി പണി പൂർത്തിയാക്കിയ കോൺട്രാക്ടർ ശ്രീ ഷാജഹാന് ബഹുമാനപ്പെട്ട മന്ത്രി ആദരവ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ അധ്യക്ഷ പദവിയിൽ നിന്ന് വളരെ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരമായി പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലിനെ അധ്യക്ഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ നൽകിയ സ്നേഹാദരം. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ സർ, സ്വാഗതം പറഞ്ഞ ശ്രീ ആസാദ് സർ, അതുപോലെ തന്നെ എനിക്കിവിടെ ഉപഹാരം സമ്മാനിച്ച ബഹുമാനപ്പെട്ട ഞാൻ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അമ്മയുടെ കൂടെയും വന്നിട്ടുണ്ട്, അല്ലാതെ സ്കൂൾ കലോത്സവത്തിന്റെയും മറ്റും ഭാഗമായിട്ട് ഞാനിവിടെ മത്സരാർത്ഥിയായിട്ടും വന്നിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തിന്റെയും മറ്റും ഭാഗമായിട്ട് അങ്ങനെയുള്ളൊരു സ്കൂളിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവർക്കെല്ലാം അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. ഈ സ്കൂളിന് ഇനിയും വിജയങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. തുടർന്ന് റിപ്പോർട്ട് അവതരണമാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി
സ്കൂളിന്റെ ബഹുമാനിയായിട്ടുള്ള പ്രിൻസിപ്പൽ ദീപ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റ് MGHSS ചടയമംഗലം നവകേരളം കർമ്മ പദ്ധതി 2 വിദ്യാകിരണം മിഷൻ കിഫ്ബി 1 കോടി പദ്ധതി ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ റിപ്പോർട്ടിലേക്ക് ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പാരമ്പര്യം കൊണ്ടും പെരുമ കൊണ്ടും നാടിനൊപ്പം തലയെടുപ്പോടെ നിൽക്കുന്ന ചടയമംഗലം ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ 66ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. 6 പതിറ്റാണ്ടായി അറിവിന്റെ വെളിച്ചം വിതറി ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുത്ത ഈ വിദ്യാലയം ചടയമംഗലം പഞ്ചായത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ നാടിന്റെ വിദ്യാഭ്യാസ രംഗത്തും അതുവഴി സാമൂഹികവും സാംസ്കാരികവുമായ ജനജീവിതത്തിലും മഹനീയമായ സാന്നിധ്യമായി ഈ സരസ്വതി ക്ഷേത്രം നിലനിൽക്കുന്നു. 5 മുതൽ 12 വരെ ക്ലാസുകളിലായി 700ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കലാലയം മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൊണ്ടും മികവുറ്റ വിദ്യാർത്ഥികളെ കൊണ്ടും അർപ്പണബോധമുള്ള അധ്യാപകരെ കൊണ്ടും പൊതുവിദ്യാലയ മികവിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി വിളങ്ങുന്നു. ഭൗതിക സാഹചര്യങ്ങൾ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ ലഭിച്ച സ്മാർട്ട് ക്ലാസ് മുറികളിൽ നമ്മുടെ കുട്ടികൾക്ക് അധ്യയനം നടത്താൻ സാധിക്കുന്നു. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, വിശിഷ്യ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കരുതൽ നമുക്ക് എന്നും കരുത്തായിരുന്നു. മികച്ച പുസ്തകശേഖരമുള്ള ഗ്രന്ഥപുര, വൈദ്യുതീകരിച്ച ഓപ്പൺ ഓഡിറ്റോറിയം, ഫിറ്റ്നസ് പാർക്ക്, SPCയുടെ ബാൻഡ് സെറ്റ്, കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളത്തിനായി വാട്ടർ പ്യൂരിഫയർ ഇതെല്ലാം ലഭ്യമാക്കുന്നതിൽ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അവരുടെ അകമഴിഞ്ഞ പിന്തുണ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. പഠനത്തോടൊപ്പം പാഠ്യേതര മേഖലകൾക്കും പ്രാധാന്യം. കൌൺസിലിംഗ് സെന്റർ, അവധിക്കാല കായിക പരിശീലനം, മോട്ടിവേഷൻ ക്ലാസുകൾ, സർഗവേള, പ്രഭാത ഭക്ഷണം നൽകൽ, ശ്രദ്ധാ ക്ലാസുകൾ, പ്രതിമാസ യൂണിറ്റ് ടെസ്റ്റുകൾ, USSനും NMMSനും പ്രത്യേക പരിശീലനം, SPC, JRC, NSS, സൗഹൃദ ക്ലബ്ബ്, കരിയർ ഗൈഡൻസ് യൂണിറ്റ് എന്നിവയൊക്കെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ഗുണകരമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. PTA, SMC, സ്കൂൾ വികസന സമിതി, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി ദിശാബോധമുള്ള പ്രവർത്തനങ്ങളിലൂടെ ചടയമംഗലം ഗവൺമെന്റ് MGHSS ഇന്ന് മികവിന്റെ പാതയിലാണ്. വർദ്ധിച്ചു വരുന്ന കുട്ടികളുടെ എണ്ണവും അവർ നേടുന്ന വിജയവും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. തുടർച്ചയായ 11 വർഷങ്ങളിലായി SSLCക്ക് 100% വിജയം നേടാൻ നമുക്കാവുന്നു. ഫുൾ A+ നേടുന്ന കുട്ടികളുടെ എണ്ണം 30%-ന് മുകളിലാണ്. ഇത് എല്ലാ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹയർ സെക്കൻഡറിയിലും മികച്ച വിജയം നേടാനാവുന്നുണ്ട്. കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയ 135 കുട്ടികളിൽ നിന്ന് 23 ഫുൾ A+ നേടാൻ സാധിച്ചു. NMMS, USS പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. കലാ, കായിക, ശാസ്ത്രമേളകളിൽ ഉപജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെ തിളക്കമാർന്ന പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെക്കുന്നത്. സ്പോർട്സിൽ ഇത്തവണ ദേശീയ തലത്തിലും നമ്മുടെ സ്കൂളിൽ നിന്നും പ്രാതിനിധ്യമുണ്ടായി. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം 6.0യിലേക്കും സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ. ചടയമംഗലം ഗവൺമെന്റ് MGHSS സ്കൂളിന്റെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച സ്വീപ് കോർഡിനേറ്ററായി നമ്മുടെ സ്കൂളിലെ ഉഷ ടീച്ചർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതെല്ലാം പലപ്പോഴായി നമ്മൾ നേടിയിട്ടുള്ള മികവുകളാണ്. ഈ നേട്ടങ്ങൾക്കെല്ലാം ഒപ്പം നിന്ന സർക്കാരിനോടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടും ജനപ്രതിനിധികൾ, PTA, SMC, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. മികവിന്റെ കേന്ദ്രമെന്ന നിലയിൽ ഔന്നത്യത്തിലേക്ക് എത്തുന്നതിന് നമുക്കിനിയും കടമ്പകൾ ബാക്കിയുണ്ട്. സ്കൂൾ ക്യാമ്പസിന്റെ ചുറ്റുമതിൽ നിർമ്മാണം, ലാബുകളുടെ നവീകരണം, ഭാഷാ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ലാംഗ്വേജ് റൂമുകൾ, കുട്ടികൾക്ക് കായിക പരിശീലനത്തിനായി മൈതാനം തുടങ്ങിയവ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇന്ന് വർദ്ധിച്ചു വരുന്ന കുട്ടികൾക്ക് ആനുപാതികമായി ക്ലാസ് മുറികൾ എന്ന നമ്മുടെ സ്വപ്നം പൂവണിയുകയാണ്. നവകേരളം കർമ്മ പദ്ധതി 2 വിദ്യാകിരണം മിഷൻ കിഫ്ബി 1 കോടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ലഭിച്ച 6 ക്ലാസ് മുറികളുള്ള ബഹുനില കെട്ടിടം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു.
ഈ സുന്ദരവേളയോടൊപ്പം സ്കൂളിന്റെ 65-ാം വാർഷികവും കുട്ടികളുടെ വിവിധ മികവുകൾക്കുള്ള അംഗീകാരങ്ങളും ചേർത്ത് നാം ആഘോഷിക്കുകയാണ്. ആ ചടങ്ങിന്റെ ആനന്ദകരമായ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി. സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനീയനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയങ്കരയായ മിനി സുനിൽ, നമ്മുടെ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജയ ചിഞ്ചുറാണി, നമ്മുടെ സ്കൂളിന്റെ വികസന പ്രവർത്തനത്തിന് ഒരു നെടുന്തൂണായി നിന്ന് പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് ആസാദ്, വേദിയിലും സദസ്സിലുമായുള്ള പ്രിയമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, ദീർഘമായി ഇനി വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഇതിലാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. നമ്മളൊരു ദുഃഖത്തോടു കൂടിയാണ് ഈ വാർഷിക ആഘോഷത്തിലിരിക്കുന്നത്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന പ്രിയങ്കരനായ ധീരജ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇവിടെ ആദ്യത്തെ അനുസ്മരണത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ 5 പേർക്ക് പൊതുജീവനേകൊണ്ടാണ് ധീരജ് പോയത്. മറ്റൊരു സന്തോഷകരമായ അനുഭവം കൂടി ഈ വാർഷികവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാം പ്രചോദനമാകുന്ന തരത്തിൽ സിവിൽ സർവീസിൽ ആദ്യ റാങ്കുകളിൽ തന്നെ എത്തപ്പെട്ട നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന കുമാരി നന്ദന ഈ യോഗത്തിൽ പങ്കെടുത്തത് തന്നെ നമുക്ക് വലിയ പ്രചോദനം. നമ്മുടെ ആഗ്രഹങ്ങൾ എത്തിപ്പെടാൻ കഴിയുന്ന മേഖലയിലേക്കാണ്, നമ്മുടെ ആഗ്രഹങ്ങളിലേക്കാണ് നന്ദന എത്തിച്ചേർന്നത്. അത് നമുക്കൊരു പ്രചോദനമാണ്. അത് രണ്ടും ഈ വാർഷികത്തിന്റെ ഭാഗമായി ഉണ്ടായത്. ഒന്ന്, ദുഃഖമുണ്ടെങ്കിലും അതൊരു അഭിമാനമായി നാം മനസ്സിൽ കത്തിസൂക്ഷിക്കുന്നു. മറ്റൊന്ന്, നമുക്കൊരു പ്രചോദനമാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മെച്ചമോട്ട് സൂചിപ്പിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിന്റെ കാര്യത്തിൽ, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളായിട്ട് നിലനിൽക്കുന്ന സ്കൂളാണ് മഹാത്മാഗാന്ധി ഹൈസ്കൂൾ. അത് ഈ ഗ്രാമത്തിനോളം തന്നെ പഴക്കം ഒരുപക്ഷെ ആ സ്കൂളിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയുണ്ട്. അത് ഒരുപാട് പേർക്ക് ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ വിദ്യ ഏകി എന്ന് മാത്രമല്ല ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരെ എത്തിക്കുവാൻ പ്രാഥമികമായി സഹായം നൽകിയ വിദ്യാലയമാണ് മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൊണ്ട് തന്നെ ഇതൊരു അഭിമാന സ്തംഭമായി, നമ്മുടെ ഈ സ്കൂൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന സ്തംഭമായി നിൽക്കുന്നു. ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു പോകുവാൻ കഴിയുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തും ബഹുമാനപ്പെട്ട മന്ത്രിയും കേരളത്തിലെ സർക്കാരും ഒക്കെ ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തലുമായി ബന്ധപ്പെടുത്തി, വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനുള്ള നന്ദി കൂടി ചടയമംഗലത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം. വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SMC ചെയർമാൻ D സന്തോഷ് അവരെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മിനി സുനിൽ, ഇവിടെ ഈ ഗൾഫി ഫണ്ടിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെയ്ത നമ്മളെ ബഹുമാനപ്പെട്ട MLAയും കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായ ജെ ചിഞ്ചുറാണി, അതോടൊപ്പം തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ജില്ലാ പഞ്ചായത്തിൽ തന്നെ എടുത്താൽ ഏത് ഡിവിഷൻ എടുത്താലും അതിനെല്ലാം കടത്തിവെട്ടുന്ന രീതിയിൽ
കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ശ്രീ സാം കെ ഡാനിയൽ, പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ, ശിവാസൻ ചേട്ടൻ ഉൾപ്പെടെ അധ്യാപകര്, അതോടൊപ്പം തന്നെ PTOയുടെ പ്രസിഡന്റ് ആസാദ് ഉൾപ്പെടെ നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓരോ വർഷവും എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും വിജയ ശതമാനത്തിലായാലും ഫുൾ A+ നേടുന്ന കാര്യത്തിലായാലും മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് ചടയമല MGHSS. നമുക്കറിയാം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സ്കൂൾ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സർക്കാർ സ്കൂളുകളെല്ലാം താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കൂടുതലായി എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് പല രീതിയിലുള്ള കിൽഫി ഉൾപ്പെടെയുള്ള വലിയ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലമായി കഴിഞ്ഞ വർഷവും നമുക്ക് നല്ല വിജയ ശതമാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനത്തിലും സംസ്ഥാന സർക്കാരിന്റെയും നമ്മുടെ MLAയുടെയും അതോടൊപ്പം തന്നെ കൂട്ടായ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും എല്ലാവിധ പ്രവർത്തനത്തിലും എല്ലാവരെയും പങ്ക് കൂടുതൽ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനം. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളി അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയ രക്ഷകർത്താക്കളെ, നമ്മൾ വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ സ്കൂളിന് സ്വന്തമായ ഒരു ബഹുനില കെട്ടിടം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രയത്ന ഫലമായി ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന കെട്ടിടത്തിന് ഇനിയും ഇരിക്കാനുള്ള കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ട് അല്ലേ? അതും കൂടെ നമുക്ക് ലഭ്യമാക്കണം. അതിന് ത്രിതല പഞ്ചായത്തിന്റെ ഭാരവാഹികൾ അതും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാം. കാരണം വിശാലമായ ക്ലാസ് റൂമുകളാണ്, പക്ഷെ അതിനകത്ത് ഇരിക്കാനുള്ള സൗകര്യം കൂടെ പ്രധാനമായിട്ടും വേണം. ബെഞ്ചില്ല, ഡെസ്ക് ഇല്ല, പക്ഷെ ആ ക്ലാസ് റൂമിനനുസരിച്ച് കസേരയും അതിന് പറ്റിയ ഒരു മേശയൊക്കെയാണ് അതിന് യോജിച്ചത്. അങ്ങനെയുള്ളൊരു സംവിധാനം കൂടെ ഇതിന്റെ ഫണ്ടായിട്ടുണ്ടോ? അപ്പൊ അതിന് ഫണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയും ആയിരിക്കുകയാണ്. അപ്പൊ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പൊ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയാണ്. അതുപോലെ ഈ വാർഷികാഘോഷത്തിന് അക്ഷമരായി കാത്തിരിക്കുന്നവർ, ഈ പണ്ടൊക്കെ ഞാനും ഇങ്ങനെ നിങ്ങളെ പോലെ ഇരിക്കുമ്പോഴേ വേദിയിലിരിക്കുന്നവരുടെ എണ്ണം നോക്കിയാണ് നമ്മളിങ്ങനെ വിഷമാവസ്ഥയിരിക്കുന്നത്. കാരണം ഈ വേദിയിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ടെങ്കിൽ അത്രയും പേര് സംസാരിച്ചതിന് ശേഷമേ നമുക്കിനി പരിപാടികൾ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമമൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കൂടുതലും നീട്ടുന്നില്ല. എല്ലാവർക്കും എൻ്റെ എല്ലാവിധമായ ആശംസ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അവർ, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കടന്നുപോയ നമ്മുടെ കേരളത്തിന്റെ ആരാധ്യയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവർ, സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവർ, വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, നമ്മുടെ വാർഡംഗം പറഞ്ഞതുപോലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ MG സ്കൂളിൽ വളരെ സൗകര്യത്തോടു കൂടിയ ബഹുദിന മന്ദിരത്തിനാണ് ബഹുമാന്യായിട്ടുള്ള മന്ത്രി ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഓരോ മേഖലയിലും ക്രമീകരിച്ചുകൊണ്ട് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ
കെട്ടിടത്തിനും അതിന്റെ അടിസ്ഥാന സൗകര്യത്തിനും വേണ്ടി സർക്കാർ നീക്കിവെക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂള് ഏറ്റവും നിലവാരത്തോടുള്ള വിദ്യാഭ്യാസം നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് വിശ്വാസത്തോടുകൂടി മക്കളെ പറഞ്ഞയക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യമാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ സ്കൂളുകളിൽ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെല്ലാം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുന്ന സമയങ്ങളിൽ നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ അല്പം മുമ്പ് ഇവിടെ സംസാരിച്ച് നമ്മുടെ ആദരവടക്കം ഏറ്റുവാങ്ങിയ നന്ദന മികച്ച വിജയം കൈവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ആദരവ് ഏറ്റുവാങ്ങിയത്. അതെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രചോദനമായിരിക്കണം. അതുപോലെ ഈ വാർഡിലെ മെമ്പർക്ക് ഒരു ആശങ്കയുണ്ട്, നമ്മളെ കെട്ടിടത്തിലെ പഠന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായി വന്നതിന് ശേഷം നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ വികസനത്തിന്റെ പെരുമഴക്കാലമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനനുസരിച്ച് അതിനുവേണ്ടിയുള്ള പണം കൂടി അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന കാലത്ത് അത്തരത്തിൽ കുട്ടികൾക്കിരുന്ന് പഠിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നേർന്നുകൊണ്ട് ഈ യോഗത്തിന് ആശംസ പറയുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള സദാശിവൻ അവർകളെ ശിവദാസൻ അവർകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ഇവിടെ ഈ ചടങ്ങുകൾ നിർവഹിച്ച് ഇവിടെ നിന്ന് വിട്ടുപോയ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള മന്ത്രി, അതോടൊപ്പം തന്നെ നമ്മുടെ സാംഗേഡാനിയൻ, അതോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന ഹരി, സന്തോഷ്, അതോടൊപ്പം മറ്റ് നമ്മുടെ PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകരെ, കൊച്ചു കുട്ടികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അധികം സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ മുതിരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ സ്കൂള് നമ്മളിപ്പം 65ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. അതായത് 60-ലാണ് ഈ സ്കൂള് തുടങ്ങുന്നത്. അന്ന് പഞ്ചായത്താണ് ഈ സ്കൂള് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിൽ കുറേയൊക്കെ വിഷയങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിനുശേഷം പഞ്ചായത്തും സമൂഹവും ഈ നാടും ഒരുമിച്ച് നിന്നാണ് ഈ സ്കൂളിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ചെയ്തത് എന്നുള്ള വസ്തുതയാണ്. ഒരുപക്ഷെ ഈ സ്കൂള് ഇവിടെ തുടങ്ങുന്ന സമയത്ത് ജനിച്ചിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ എന്നോടൊപ്പം പ്രായമുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൽ തന്നെ. ഇപ്പൊ ഈ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണത്തിൽ കൂടെ ഈ സ്കൂൾ കൊണ്ടുപോവുകയും അതിനുശേഷം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടം ദാനമുള്ള സാറ് മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് ഈ സ്കൂളിന്റെ ഒരു വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹം ഈ സ്കൂള് സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് മറ്റെങ്ങും ഇല്ലാത്ത രീതിയിൽ നാട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ട് ഈ സ്കൂളിന് എല്ലാ കാലവും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകര്, കാലാകാലങ്ങളിൽ വരുന്ന നമ്മുടെ PTA കമ്മിറ്റികള്, എടുത്തു പറയേണ്ടത് ഈ സമയത്ത് നമ്മുടെ PTA പ്രസിഡന്റ് ആസാദും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് നവാസും നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ വളരെയധികം ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി അവർ വളരെയധികം പരിശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ഓടി നടന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇതിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്, ഈ സ്കൂളുമായി ബന്ധപ്പെടാനും ഒക്കെ സാധിക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു വളരെ സന്തോഷമുള്ള ദിവസമാണ്. അതിമനോഹരമായ ഒരു സ്കൂൾ കെട്ടിടമാണ് ഇവിടെ പണിതീർത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആ സ്കൂൾ കെട്ടിടം ഇത്രയും ഭംഗിയായി ഇവിടെ പണിത് തീർക്കുവാൻ വേണ്ടി തയ്യാറായ കോൺട്രാക്ടറെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്.
അതോടൊപ്പം തന്നെ അതിന് മേൽനോട്ടം കൊടുത്ത ഇവിടുത്തെ എയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ ഉത്തരോത്തരമുള്ള വളർച്ചയ്ക്ക്, അതായത് നമ്മുടെ വിദ്യാഭ്യാസം ജില്ലയിൽ മറ്റ് സ്കൂളുകളിലെങ്കിലും ഇല്ലാത്ത രീതിയിൽ പഠന വിഷയത്തിലായാലും ശരി, പഠനേതര വിഷയങ്ങളിലായാലും ശരി, വളരെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ സ്കൂൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ട് ഈ സ്കൂളിന്റെ വിജയത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും ഉണ്ടാകട്ടെ. അതിന് ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തിരിക്കുന്നു. നമസ്കാരം. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ടൗൺ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി JV ബിന്ദു അവരെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനീയനായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കരിയായ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ, സ്വാഗതം ആശംസിച്ച PTA പ്രസിഡന്റ് ശ്രീ ആസാദ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുവാനും. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം തന്നെ ഇപ്പം ഹൈടെക് രീതിയിലാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത കെട്ടിടം, അതിന്റെ ക്ലാസ് റൂം വളരെ മനോഹരമായ രീതിയിലാണ്. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ മറ്റ് സാഹചര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിന് നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രമിക്കും. അപ്പോൾ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ ഇതിന്റെ വിജയം മുന്നോട്ട് കൊണ്ടുപോകാൻ PTA-ക്കും SMC-ക്കും സ്കൂളിലെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ വളരെ വിഷമവുമുണ്ട്. നമ്മുടെ ധീരജിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ അത് പറഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചർ കൂടിയായിരുന്ന പ്രഭ ടീച്ചറിന്റെ മോൾക്ക് നമുക്ക് സിവിൽ സർവീസിന് 45ാം റാങ്ക് ലഭിച്ചതിലുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവുമുണ്ട്. എന്തായാലും സ്കൂളിന്റെ 65ാം വാർഷികത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി MPTA പ്രസിഡന്റ് സബിത S-നെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി വരുന്ന കുറച്ചു നിമിഷങ്ങൾ ആഘോഷത്തിൻ്റെതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി PTA എക്സിക്യൂട്ടീവ് അംഗം സജിസാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ PTA എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിൽ ലാസ്റ്റ് ടേമാണിത്, 3ാമത്തെ വർഷം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ PTA-യുടെ, അതായത് ശ്രീ D. സന്തോഷ് അവർ PTA പ്രസിഡന്റ് ആയിരുന്ന ലാസ്റ്റ് സമയത്ത് നമ്മൾ അതിന്റെ ശ്രമങ്ങൾ ഊർജിതമായി ആരംഭിച്ചിരുന്നു. പക്ഷെ അന്നത് സാധിച്ചില്ല. തുടർന്ന് വന്ന ശ്രീ AJ ആസാദ് അവர்களுടെയും വികസന സമിതി ചെയർമാൻ ശ്രീ K. ശിവദാസൻ അവர்களுടെയും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും എല്ലാവരുടെയും ശ്രമത്തോടെ ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം, അവരുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം അവർക്കൊന്നും സ്വസ്ഥത കൊടുക്കാതെ വിദ്യാകിരൺ പദ്ധതിയുടെ ഭാഗമായിട്ടും അതുപോലെ കിലയുടെയും കിഫ്ബിയുടെയും
ഉദ്യോഗസ്ഥ, അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ എഞ്ചിനീയറാണ് ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. അവരുടെ എല്ലാം പിറകെ വളരെ ശക്തമായി PTA-യും വികസന സമിതിയും നിന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ അവരെയെല്ലാം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ പാഠ്യേതര രംഗങ്ങളിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ വളരെ മികച്ച നേട്ടം കൈവരിച്ച ഈ സ്കൂളിൽ കലാപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ലതിക ടീച്ചർ റിട്ടയർഡായി പോകുന്നു എന്നുള്ള ഒരു വിഷമം കൂടിയുണ്ട്. എങ്കിലും ഈ വെക്കേഷനായിട്ടും ഈ കുട്ടികളെയൊക്കെ വളരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കലാമാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുന്ന രേഖ ടീച്ചർക്ക് ഒരു നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് നന്ദി പറയാനുള്ള അവസരം കൂടി വിനിയോഗിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി കീഴുതോണി അശോകൻ അവരെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള ലേബലിലാണ് ഇവിടെ നിൽക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഇവിടെ സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞു പോയതാണ്. എനിക്കേറെ വിഷമം ഇന്ന് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തെക്കുറിച്ചാണ്. സാധാരണ നിങ്ങൾ സന്തോഷിക്കുകയാണ്, നിങ്ങൾക്കൊരു നല്ല കെട്ടിടം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ് നിങ്ങൾക്കെങ്കിൽ ആ സന്തോഷത്തിനകത്ത് എനിക്കൊരു ചെറിയ വിഷമമുള്ളത്, ഞാൻ പഠിച്ച ക്ലാസ് മുറിയായിരുന്നു. അന്ന് അരഭിത്തിയുള്ള ഓടിട്ട ഷെഡായിരുന്നു. ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിലെ ക്ലാസ് മുറിയാണ് ഇന്ന് അവിടെ ഒരു ബഹുനില കെട്ടിടം പണിഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ഓർമ്മയുടെ ഒരു വിഷമം കൂടി പങ്കുവയ്ക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്കൂൾ ഉത്തരത്തിൽ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നിന്നും സാങ്കേതികമായും ശാസ്ത്രമായും അതുപോലെ ഭൗതികമായും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിറവേറ്റുന്ന ചില കടമകൾ നമുക്ക് സമൂഹത്തോടുണ്ട്, വിദ്യാർത്ഥികളോടുണ്ട്, അധ്യാപകരോടുണ്ട്, ഈ കലാലയത്തിനോടുണ്ട് എന്നുകൂടി ഓർപ്പിക്കുന്നു. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് മുന്നേ ഇവിടെ വന്നു നിന്ന് നമ്മുടെ ഏവരുടെയും ആദരവ് ഏറ്റുവാങ്ങിയ നന്ദന. നമുക്ക് കഴിയാത്തതായി നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ നല്ല രീതിയിൽ കിട്ടുന്ന വിദ്യാഭ്യാസം ഫലപ്രദമായി ഉപയോഗിച്ചാൽ നമുക്കും നാളെ ഈ നാടിന്റെ സ്വത്തായി മാറുവാൻ, ഈ നാടിന് തിളങ്ങി നിൽക്കുവാൻ കഴിയും എന്നുള്ളൊരു പ്രചോദനം ആ കുട്ടിയിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ സ്കൂളിലെ ഏത് വികസന പ്രവർത്തനങ്ങളിലും എന്ത് കാര്യങ്ങളിലും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും അതുപോലെ ഈ സ്കൂള് എനിക്ക് അത്രയേറെ കടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലും വരുന്ന എല്ലാ കാര്യങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്നും ഇന്ന് ഇവിടെ അവാർഡുകളും അതുപോലെ കലാപരിപാടികളും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. ഞാനാണ് ഇന്നത്തെ അവസാനത്തെ ആശംസാ പ്രാസംഗികൻ എന്നുകൂടി അറിയിക്കുന്നു. തുടർന്ന് പഠനേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവാണ്. ഹലോ, നമ്മുടെ സമ്മാനങ്ങളുടെ വിതരണത്തിന്റെ സമയമാണിനി. ആദ്യമായി കൂടുതൽ സമ്പന്നവും വൃത്തിയുള്ളതുമായ ഒരു ഭൂഗോളത്തെ വികസിപ്പിക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയും കേരളത്തിലെ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിവ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ജലം, വായു, മണ്ണ് എന്നിവ സംരക്ഷിക്കാനും പുതിയ ഒരു ഹരിത സംസ്കാരം വികസിപ്പിക്കാനും അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിലൂടെ നടപ്പാക്കുന്ന സീഡ് നമ്മുടെ സ്കൂളിലും അതിന്റെ പ്രവർത്തനം ആത്മാർത്ഥമായി നടത്തിവരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ
മികച്ച സീഡ് ക്ലബായി തിരഞ്ഞെടുത്തത് നമ്മുടെ സ്കൂളിലെ സീഡ് ക്ലബാണ്. നമുക്ക് അഭിമാനിക്കാം. ഈ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിച്ച് കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും നമ്മുടെ സീഡ് ക്ലബിനെ ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒന്നാക്കി മാറ്റുന്നതിനും ചുക്കാൻ പിടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചർ, ആദരവോടെ സ്നേഹത്തോടെ നമുക്ക് ആദരിക്കാം ഉഷ ടീച്ചറെ. ഈ വിജയോത്സവം സീഡ് നേട്ടത്തിന്റെയും സന്തോഷം പങ്കുവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായ ഉഷ ടീച്ചറിന് ആദരം നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് ആശംസിക്കുന്നു. പ്രിയങ്കരിയായ നമ്മുടെ ഉഷ ടീച്ചറിനെ സ്റ്റേജിലേക്ക് ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം നൽകുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ്, SMC ചെയർമാൻ സന്തോഷ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി ഉഷ. അടുത്തതായി +2 SSLC കഴിഞ്ഞ വർഷം ഫുൾ A+ നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. ആദ്യമായി +2 പരീക്ഷയിൽ വിജയം നേടിയവരെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി മുൻ പ്രിൻസിപ്പളായിരുന്ന വിജയൻ സാറിന്റെ പേരിലുള്ള എൻഡോവ്മെന്റ് ആണ് ആദ്യം വിതരണം ചെയ്യുന്നത്. +2 പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് വാങ്ങിയ അഷിയ എസിന് എൻഡോവ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അഷിയ എസ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വകയായി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള ഹയർ സെക്കൻഡറി അധ്യാപകർ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോവ്മെന്റ് 2 പേർക്കാണ് ഇത്തവണ നൽകുന്നത്. ഒന്ന് നിതിൻ M 1200-ൽ 1197 മാർക്ക്. ഈ എൻഡോവ്മെന്റ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അടുത്തത് 1200-ൽ 1196 മാർക്ക് നേടിയ ബയോളജി സയൻസിലെ ശിവാനി P ശ്രീ.
ഷാഹിദ് അമീൻ എസ്. ഷാഹിദ് അമീൻ എസ്. അനൂപ അലക്സ്. മൊമെന്റോ നൽകുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളി അവരുടെ ക്ഷണിക്കുന്നു. മുഹമ്മദ് ഫായിസ്. വൈഷ്ണവി ജെ എ. വൈഷ്ണവി ജെ എ. ജിതേഷ് ബി എസ്. ജിതേഷ് ബി എസ്. അതുൽ ടി എസ്. ബാല ബി. ബാല ബി. മൊമെന്റ് സമ്മാനിക്കുന്നതിന് വികസന സമിതി ചെയർമാൻ ശിവദാസൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആര്യ കൃഷ്ണൻ എം. ആര്യ കൃഷ്ണൻ എം. അടുത്തതായി SSLC കഴിഞ്ഞ വർഷം ഫുൾ A+ നൽകിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. ആദ്യമായി അഭിനന്ദ് BA. സമ്മാനം നൽകുന്നതിനായി വികസന സമിതി ചെയർമാൻ ശിവദാസൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദിൽ മുഹമ്മദ് A. ആദിത്യൻ എസ്. അനന്തു കൃഷ്ണൻ. അടുത്തതായി സമ്മാന വിതരണം നടത്തുന്നതിനായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജവി ബിന്ദു മാഡത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനം വാങ്ങുന്നതിനായി നയന ഉദയ്. ആഫിയ എസ്. ഫാരിസ് മുഹമ്മദ് ഫതഹുദ്ദീൻ. ധനഞ്ജയ് എസ്. മിൽഹ ഫാത്തിമ.
അടുത്തതായി സമ്മാന വിതരണം നൽകുന്നതിനായി ആദരണീയനായ നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗം സജിത് സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. നജ ഫാത്തിമ. ഫർഹാന AK. അൽ ഫാത്തിമ നസീർ. അജാസ് AS. BR നിരഞ്ജൻ. അടുത്തതായി നമ്മുടെ സമ്മാന വിതരണം ചെയ്യുന്നതിനായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സെക്രട്ടറി കിഴുതോണി അശോകൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ലക്ഷ്മി AS.
അടുത്തതായി നമ്മുടെ കഴിഞ്ഞ വർഷം 2024-25 അധ്യയന വർഷത്തിൽ NMMS പുരസ്കാരം നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. ഈ സമ്മാനം വിതരണം ചെയ്യുന്നതിനായി ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം വാങ്ങുന്നതിനായി NMMS വിജയികളായ ഐഫ ഫാത്തിം, കാർത്തിക് ബിയ, അടുത്തതായി YIP സംസ്ഥാന 6.0 സെലക്ഷനിൽ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റിൽ A ഗ്രേഡ് നേടിയ ആമിന തഹിയ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി സ്കൂൾ വികസന സമിതി ചെയർമാൻ D സന്തോഷ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആമിന A തഹിയ, YIP 6.0 സെലക്ഷൻ നേടിയ രണ്ടാമത്തെ ടീം സിദ്ധാർത്ഥ് ഫയാസ് അഹമ്മദ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. YIP തന്നെ ജില്ലാതല സെലക്ഷൻ നേടിയ ടീമാണ്. അടുത്തത് സമ്മാനം വാങ്ങാനായി എത്തേണ്ടത് ഷബാന ദേവിപ്രിയ. സമ്മാനം നൽകുന്നതിനായി വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളിയെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഷബാന ദേവിപ്രിയ. അടുത്തതായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5A+ നേടിയ വിദ്യാർത്ഥികളുടെ പേരുകളാണ് അറിയിക്കുന്നത്. സഞ്ജയ് കൃഷ്ണ. മൊമെന്റ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളി അവരുടെ ക്ഷണിക്കുന്നു. സാന്ദ്ര മോൾ. നിത്യ ആർ എസ്.
ജിംനാസ്റ്റിക് വിഭാഗത്തിൽ 7ാം സ്ഥാനം നേടുകയും ദേശീയ മത്സരത്തിലേക്ക് സെലക്ഷൻ നേടുകയും ചെയ്ത ആദിൽ ജയാനുള്ള മൊമന്റോയാണ് വിതരണം ചെയ്യുന്നത്. മൊമന്റോ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ സ്നേഹവും ക്ഷണിക്കുന്നു. മൊമന്റോ നൽകുന്നതിനായി സ്കൂൾ PTA പ്രസിഡന്റ് ആസാദ് സാറിനെ സ്നേഹപൂർവ്വം SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മൊമന്റോ കൂടി ഈ അവസരത്തിൽ നൽകുന്നു. അടുത്തതായി സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ ഉദ്ഘാടന വിഭാഗത്തിൽ സെക്കൻഡ് പ്രൈസ് നേടിയ ആദിത്യൻ ഡി. അടുത്തതായി സംസ്ഥാന IT ഫെയറിൽ മലയാളം ടൈപ്പ് വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ ആൽവിൻ ഈശോ. സംസ്ഥാന IT ഫെയർ അനിമേഷൻ വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ അഭിഷേക്. സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ വർക്ക് എക്സ്പീരിയൻസ് വുഡ് വർക്ക് വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ ആദർശ് എസ്. അടുത്തതായി കൊല്ലം ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനങ്ങൾ നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. ആദ്യമായി കൊല്ലം ചടയമംഗലം സബ് ജില്ലാ കലോത്സവത്തിൽ മികച്ച നടൻ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വരുൺ സന്തോഷ്. സമ്മാനം നൽകുന്നതിനായി വികസന സമിതി ചെയർമാൻ D. സന്തോഷ് സാറിനെ ക്ഷണിച്ചോളാം. SMC ചെയർമാൻ ചടയമംഗലം സബ് ജില്ലാ കലോത്സവത്തിൽ മികച്ച നടി ശരണ്യ ഉണ്ണി. ഈ നാടകത്തിൽ പങ്കെടുത്ത മറ്റു കുട്ടികൾ ആമി M. അനിൽ. സമ്മാനം നൽകുന്നതിനായി പ്രിൻസിപ്പൽ ദീപ ടീച്ചറെ ക്ഷണിച്ചോളൂ.
ആദിത്യൻ, ഫർഹാൻ ബിൻ ഫൈസി, ആൽഫി, ശ്രീഹരി, ശരണ്യ എസ്, ഫാത്തിമ ഷംസുദ്ദീൻ ഇവരെല്ലാം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തായി കൊല്ലം ജില്ലാ കലോത്സവം മൃദംഗം ഗ്രേഡ് നേടിയ പ്രവീൺ ടിയ സമ്മാനം നൽകുന്നതിനായി മായ ടീച്ചറെ ക്ഷണിക്കുന്നു. അടുത്തായി സമ്മാനം നൽകുന്നതിനായി PTA എക്സിക്യൂട്ടീവ് അംഗം സജി സാറിനെ ക്ഷണിക്കുന്നു. 2024-25 കൊല്ലം ജില്ലാ കലോത്സവം മോണോ ആക്ട്, തമിഴ് പദ്യം ചൊല്ലൽ, ജില്ലാതല സയൻസ് ടാലന്റ് സെർച്ച് എക്സാം തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലൂടെ മികച്ച വിജയം നേടിയ മാളവിക SR ആദരിക്കുന്നു. മാളവിക SRനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി സജി സാറിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ
1200-ൽ 1196 മാർക്ക് നേടിയ ശിവാനി പി ശ്രീക്കുള്ള എൻഡോവ്മെന്റ് മൊമെന്റോ വിതരണമാണ് നടക്കുന്നത്. ശിവാനി പി ശ്രീ. കൊല്ലം ജില്ലാ സാമൂഹ്യ ശാസ്ത്ര മേളയിൽ അറ്റ്ലസ് മീറ്റിംഗിൽ എ ഗ്രേഡ് നേടിയ അനന്യ AR വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി എക്സിക്യൂട്ടീവ് അംഗം സജി സാറിനെ ക്ഷണിക്കുന്നു. കൊല്ലം ജില്ലാ സാമൂഹ്യ ശാസ്ത്ര മേളയിൽ വർക്കിംഗ് മോഡൽ, അതുപോലെ തന്നെ 2000 കലോത്സവത്തിൽ നാടൻ പാട്ട് എന്നിവയെല്ലാം എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഷിഫ ഫാത്തിമയെ ആദരിക്കുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിനായി ഷിഫ ഫാത്തിമയെ ക്ഷണിക്കുന്നു. ഒപ്പം സമ്മാനം നൽകുന്നതിനായി സജി സാറിനെ. സാമൂഹ്യശാസ്ത്ര വർക്കിംഗ് മോഡലിൽ ഷിഫ ഫാത്തിമയോടൊപ്പം തന്നെ പങ്കെടുത്ത ആളാണ് അർഷിന. അർഷിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം കൊല്ലം ജില്ലാ കലോത്സവത്തിൽ ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി കൂടിയാണ് അർഷിന. അർഷിനയ്ക്ക് അഭിനന്ദനങ്ങൾ. പുരസ്കാരം നൽകുന്നതിനായി സജി സാറിനെ. അടുത്തതായി പുരസ്കാരം നൽകുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. 2024-25 കൊല്ലം ജില്ലാ ഗണിതമേള, സ്റ്റിൽ മോഡൽ, കൊല്ലം ജില്ലാ കലോത്സവം, ഒപ്പന, നാടൻ പാട്ട് തുടങ്ങിയവയിലെല്ലാം എ ഗ്രേഡ് കരസ്ഥമാക്കിയ അസ്നി ഫാത്തിമ. അടുത്തതായി സമ്മാനം വാങ്ങുന്നതിനായി 2024-25 കൊല്ലം ജില്ലാ കലോത്സവം, വിദ്യാരംഗം, സർഗോത്സവം എന്നിവയിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചയും എ ഗ്രേഡ് നേടുകയും ചെയ്ത ആർദ്ര ആറലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുരേന്ദ്രൻ. അടുത്തതായി CV രാമൻ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയ ഷെഹന എസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊല്ലം ജില്ലാ കലോത്സവം, ഉപന്യാസം, ഉറുദു എന്നിവയിൽ എ ഗ്രേഡ് നേടിയ ആമിന ഫസൽ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിദ്യാരംഗം, സർഗോത്സവം, കാവ്യാലാപനം പുരസ്കാരം നേടിയ ശ്വേത. പുരസ്കാരം നൽകുന്നതിനായി പ്രിൻസിപ്പൽ ദീപ ടീച്ചറെ ക്ഷണിച്ചോളൂ.
അടുത്തതായി 2024 കൊല്ലം ജില്ലാ കലോത്സവത്തിൽ ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയ LGHSന്റെ ടീമിനെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി നമ്ര ഫാത്തിമ. അടുത്തതായി 2024-25 കൊല്ലം ജില്ലാ കലോത്സവത്തിൽ നാടൻ പാട്ടിൽ എ ഗ്രേഡ് നേടിയ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ഹെഡ് മിസ്റ്റർ സ്മൈൽ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു.